ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തായി നമുക്ക് പിന്നെ ജീവിക്കാം. അസമയം ഭൂമിയിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്താൽ അതുകൊണ്ട് കുറച്ച് പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഗവൺമെന്റിൽ നിന്നും മിനിസ്റ്ററുടെ സൈഡിൽ നിന്നും മിനിസ്റ്റർ ഏർപ്പാടാക്കിയ ഏഴംഗ സംഘത്തിൽ അവരിൽ നിന്നെല്ലാം അവരുണ്ട്. പിന്നെ ഹേമ കമ്മിറ്റിയുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട്. അപ്പം അവർ ഏത് രീതിയിൽ ഏത് വലിയ പ്രമുഖന്മാരാണെങ്കിലും അവർക്കെതിരെ ഞങ്ങൾ സ്ട്രോങ് ആക്ഷൻ എടുക്കുമെന്ന് നമുക്കൊരു പ്രസ്താവന സാർ ചെയ്തായിരുന്നല്ലോ. അല്പസമയത്തിനകം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുമെന്നാണ് മിന്നു മുനീർ വ്യക്തമാക്കിയിട്ടുള്ളത്. മണിയമ്പിള്ള രാജുവും ജയസൂര്യയും അതോടൊപ്പം തന്നെ മുകേഷും അടക്കമുള്ള 7 പേർക്കെതിരെയായിരുന്നു ആരോപണം ഉന്നയിച്ചിരുന്നത്. ഈ പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നതിന് മിന്നു മുനീർ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പരാതി നൽകും എന്ന് വ്യക്തമാക്കിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം ആശയവിനിമയം നടത്തിയെന്ന് സംസാരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് പറയാമോ? എന്നെ മാഡം വിളിച്ചിരുന്നു. പിന്നെ അവരുടെ ഇമെയിൽ ഐ ഡി എല്ലാം എനിക്ക് തന്നിരുന്നു. ഉടനെ എത്രയും പെട്ടെന്ന് പരാതി അയക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിന്ന് വെളുപ്പിന് 4 മണിക്ക് തന്നെ ഞാൻ തനിയെ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്തു, അഡ്വക്കേറ്റിനെ കാണിക്കുകയും ചെയ്തു. അന്നേരമാണ് അവർ പറയുന്നത് ഒറ്റ കംപ്ലൈൻ്റ് ആയിട്ടല്ല 7 കംപ്ലൈൻ്റ് ആയിട്ട് അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനപ്പോൾ അത് 7 ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ വന്നത്. അപ്പോൾ കൊച്ചി പോലീസിനല്ല, മറിച്ച് ഈ പ്രത്യേക അന്വേഷണത്തിന് അവർക്ക് തന്നെയാണ് അയക്കുന്നത്. അവർ അങ്ങോട്ട് അയക്കാനാണ് പറഞ്ഞത്. അവർ ആശുവിനെ നടത്തിയത് പൂങ്കുഴലിയാണോ അതോ? പൂങ്കുഴലി മാഡമാണ്. ഓക്കെ. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നേരത്തെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് മുകേഷിനെതിരെ പരാതി നൽകുമെന്നുള്ളതായിരുന്നു. അതല്ല, മുകേഷ്, ജയസൂര്യ, മണിയമ്പിള്ള രാജു അടക്കം ആരോപണം ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ ദുരനുഭവം നേരിട്ടിട്ടുള്ള ഈ 7 പേർക്കെതിരെയും പരാതി നൽകും. 7 പേർക്ക് നമ്മൾ ഓൾറെഡി ചാനലിൽ പറഞ്ഞല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഫിസിക്കലായാലും വെർബലായാലും അബ്യൂസ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 7 പേർക്കെതിരെ ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. അതിനാണല്ലോ നമ്മൾ മീഡിയയിലേക്ക് വന്നതൊക്കെ. അപ്പൊ നമ്മളിപ്പോ ഇതിനോടകം തന്നെ അഭിഭാഷകരായിട്ട് വക്കീലുമായിട്ട് ആശയവിനിമയം നടത്തിയെന്നാണ് പരാതി ഡ്രാഫ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരുപക്ഷെ ഈ ചാനലിലൂടെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞതിൽ കൂടുതലായിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു പരാതി ആയിരിക്കും നൽകുക അല്ലെ? അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പം മീഡിയയോടൊക്കെ പറയുന്നത് നമ്മൾ ജസ്റ്റ് ഫിസിക്കൽ അബ്യൂസ് ആണല്ലോ. പക്ഷെ അഡ്വക്കേറ്റ് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ I have to write in detail with proof, with evidence, which location, approximate ഡേറ്റും ഇതൊക്കെ പീരീഡൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരാതി ഉന്നയിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ സംഭവം നടന്ന സ്ഥലം, അതിന്റെ വിശദാംശങ്ങൾ, അത്തരം കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഇതിന് സാക്ഷിയായിട്ടോ അല്ലെങ്കിൽ കാര്യം ആരോടെങ്കിലും പങ്കുവെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശദമായിട്ട്. എക്സാക്ട്ലി അവരുടെ പേര് വെക്കണമല്ലോ. ഞാൻ ആരുടെ ഇതൊക്കെ ഷെയർ ചെയ്തു, അവരുടെ പേരൊക്കെ വെക്കണം, തെളിവുണ്ടായിരുന്നു. പിന്നെ കേരള കൗമുദി അല്ലെ, കേരള കൗമുദിയിൽ ഞാനത് ഷെയർ ചെയ്തിരുന്നു. അതും ഒരു വലിയൊരു വിറ്റ്നസ് ആണ്. അത് 2013 അന്ന് ഹേമ കമ്മിറ്റി ഒന്നും ഇല്ല. അപ്പം അന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. ലൈഫ് ഇവർക്കെതിരെയൊക്കെ കംപ്ലൈന്റ് പോയാൽ എന്തെങ്കിലും നമ്മളെ ഉപദ്രവിക്കുവോ. ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തായി നമുക്ക് പിന്നെ ജീവിക്കാം. അസമയം ഭൂമിയിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്താൽ അതുകൊണ്ട് കുറച്ച് പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഗവൺമെന്റിൽ നിന്നും മിനിസ്റ്ററുടെ സൈഡിൽ നിന്നും മിനിസ്റ്റർ ഏർപ്പാടാക്കിയ 7 സംഘത്തിൽ അവരിൽ നിന്നെല്ലാം അവരുണ്ട്. പിന്നെ ഹേമ കമ്മിറ്റിയുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട്. അപ്പം അവർ ഏത് രീതിയിൽ ഏത് വലിയ പ്രമുഖന്മാരാണെങ്കിലും അവർക്കെതിരെ ഞങ്ങൾ സ്ട്രോങ് ആക്ഷൻ എടുക്കുമെന്ന് നമുക്കൊരു പ്രസ്താവന സാർ ചെയ്തായിരുന്നല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മളോട് കം ഫോർവേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സമയത്ത് ദിസ് ഇസ് എ റൈറ്റ് ടൈം ടു ഡിസ്ക്ലോസ് അവർ ഗ്രീവിയൻസ് ടു. അതേ ഉള്ളൂ. പക്ഷെ ഇത് എന്നിൽ കൂടി ഇത് ഒരു അവസാനമായിരിക്കട്ടെ, ഇനിയും ഇങ്ങനെ സംഭവിക്കാതിരിക്കാണ്ട്. സോ ഞാനത് പരമാവധി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ 7 പേരെ കുറിച്ചും ഞാൻ മുന്നോട്ട് തന്നെ പോകും. കാരണം ഇതിന് നല്ലൊരു അവസാനം ഉണ്ടാകണം. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അത് ഈ അന്വേഷണ സംഘം ബന്ധപ്പെട്ടപ്പോ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു സമീപനം എങ്ങനെയായിരുന്നു? അവര് നമ്മുടെ ഒരു പരാതി അതിന്റെ എല്ലാ സ്പിരിറ്റോടും കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന്? അയ്യോ, അവര് ഭയങ്കര സ്ട്രോങ് സപ്പോർട്ടാണ്. അവര് പറഞ്ഞത് ഒരു കാരണവശാലും പേടിക്കരുത്, കമന്റ്സ് കാണും, ഒന്നും എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിൽ ആ നിമിഷം ഞങ്ങളെ വിളിച്ചോണം. എന്തെങ്കിലും പേടി തോന്നുന്നുണ്ടോ, എന്തെങ്കിലും ആരും ഫ്യൂച്ചറി ഉണ്ടോ, അങ്ങനെയൊക്കെ ഭയങ്കര സപ്പോർട്ട്. ഞാൻ അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. എന്തായാലും നെക്സ്റ്റ് മൂമെന്റ് യു ഷുഡ് കോൾ മീ, എന്ത് സഹായം വേണമെങ്കിലും യു ഷുഡ് കോൾ മീ. അങ്ങനെ ഒരു ഭയങ്കര ഗ്രേറ്റ് സപ്പോർട്ടാണ് അവരിൽ നിന്ന് എനിക്ക് കിട്ടിയതിപ്പോൾ. ഇതോടൊപ്പം തന്നെ ഈ പരാതി നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ ഈ സംഭവം ആദ്യം പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സിനിമാ മേഖലയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും സിനിമാ മേഖലയിൽ നിന്നും ആശയവിനിമയം നടത്താനോ ബന്ധപ്പെടാനോ ഫോണിൽ വിളിക്കാനോ ശ്രമിച്ചിട്ടുണ്ടോ? എനിക്ക് വന്നേക്കുന്ന ഞാൻ കുറെ മെസ്സേജുകൾ കണ്ടു. എല്ലാം വളരെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ളതാണ് എല്ലാവരും പറഞ്ഞത്. ഈവൻ ഫാമിലിയും എല്ലാവരും, എൻ്റെ റിലേറ്റീവ്സും എല്ലാവരും അതാണ്. ഈ നിമിഷം വരെ എന്നെ വിളിച്ചിട്ട് ആരും ഭീഷണി ഇതുവരെ ആരും വിളിച്ചിട്ടില്ല.
ഒരു മോശമായിട്ട് ഒന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ കമന്റ്സ് ഒന്നും എനിക്ക് നോക്കാൻ സമയമില്ല. അത് അന്നും ഇന്നും ഞാൻ കമന്റ്സിന് ഞാൻ പ്രാധാന്യം കൊടുക്കാറില്ല. നല്ലവരും നല്ല കമന്റ്സ് ഇടുകയോ ആക്കി ചീത്തവർ അത് ഓരോരുത്തരുടെ അറിവ് അനുസരിച്ച് ഓരോരുത്തർ ഇടുന്നു. ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയം പോകും. സോ എൻ്റെ ഒരു ഫോക്കസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു കംപ്ലൈന്റ് എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നാണ്. വിത്ത് ഓൾ എവിഡൻസ്. ഒരു കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ ചുമ്മാ അങ്ങ് തട്ടിമുട്ടി കൊടുക്കുകയല്ല ചെയ്യേണ്ട. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ കൊടുക്കണം. അപ്പൊ ഞാൻ അതിലാണ് ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പരാതി. ഓഫ് കോഴ്സ് അങ്ങനെ ആയിരിക്കണമല്ലോ. അങ്ങനെ കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ എഴുതുമ്പം നമ്മൾ കറക്റ്റായിട്ട് എല്ലാം എഴുതണം. ഏത് സമയം വരെ നമ്മൾ എഴുതണം. ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ്, സംഭവിച്ച സ്ഥലം, സമയം ഉൾപ്പെടെ. അതെ ഏത് ഇൻസിഡന്റ് എവിടെ വെച്ചായിരുന്നു, ഏകദേശം ഏത് ഫിലിമിന്റെ ലൊക്കേഷൻ ആയിരുന്നു, ഏത് ഹോട്ടലായിരുന്നു, അല്ലേ? അപ്പൊ അതെല്ലാം എന്നിട്ട് ആരുമായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, ആരോടൊക്കെ ഷെയർ ചെയ്തു, ഇത് അവരുടെ പേരൊക്കെ വെക്കണം. ഈ കഴിഞ്ഞ ദിവസം ബംഗാളി നടി രഞ്ജിത്തിനെതിരെ പരാതി കൊടുത്തപ്പോൾ അവരാവശ്യപ്പെട്ടിരുന്ന ആ കാര്യം എന്ന് പറയുന്നത് ഈ സ്ത്രീത്വത്തെ ആക്രമിക്കുന്ന തരത്തിലേക്ക് നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തണം എന്ന ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പരാതി നൽകുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും വകുപ്പുകൾ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്? പരാതിയിൽ അത്തരത്തിൽ വകുപ്പുകൾ എടുക്കണമെന്നില്ല. അത് നമ്മൾ കൊടുക്കുന്ന പരാതി പ്രകാരം അത് ഏത് സെക്ഷനിൽ പോകും എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ കുറെ പോയിന്റ്സ് ഇടുമല്ലോ. അപ്പം അവർ ഏത് നമ്പറിലാണ് APC ഏത് നമ്പർ പോകുന്നത് അത് അവർ തന്നെ തീരുമാനിച്ച് അവർ കേസെടുക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഏതായാലും അല്പസമയത്തിനകം തന്നെ പരാതി നൽകും. അത് DIGക്കും അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിനും പരാതി നൽകുമെന്നുള്ളതാണ്. അതെ അവർ ഇമെയിൽ ID അയച്ച് തന്നു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് അയക്കാൻ പറഞ്ഞുകൊണ്ട്. ഇതെന്താ ലേറ്റ് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് ഈ മീറ്റിംഗ്, മീഡിയ, ഇന്റർവ്യൂ എല്ലാം വരുന്നതുകൊണ്ട് എനിക്ക് ഇന്ററപ്റ്റ് ആവുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഇനിയിപ്പോൾ ഒരു മൊഴി നൽകേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ട്രിവാൻഡ്രത്ത് പോകേണ്ടി വരുമോ, അതോ അവരിങ്ങോട്ട് അങ്ങനെ അത്തരത്തിൽ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിരുന്നു? ഇല്ല, നമ്മൾ ഓഫ്കോഴ്സ് നമ്മൾ മൊഴി കൊടുക്കേണ്ടി വരും, രഹസ്യ മൊഴി കൊടുക്കേണ്ടി വരും. അത് എവിടെയാണ് എന്ന് എനിക്കറിയത്തില്ല. അവർ ഒന്നും സംസാരിച്ചില്ല. സാധാരണഗതിയിൽ ഇപ്പോൾ ഈ കുറച്ചുകൂടി സുരക്ഷിതത്വം കണക്കിലെടുത്തുകൊണ്ട് മജിസ്ട്രേറ്റിന് മുൻപാകെ മൊഴി നൽകുക, രഹസ്യമൊഴി നൽകുക എന്നുള്ളതാണ് പ്രിഫർ ചെയ്യുന്നത്. അതാണ് പ്രിഫർ ചെയ്യുന്നത്. രഹസ്യമൊഴി ഉണ്ട്. ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞാൽ തീർച്ചയായിട്ടും രഹസ്യമൊഴി ഉണ്ട്. അപ്പം അത് മിക്കവാറും നമ്മുടെ കൺവീനിയൻസ് ഇവിടെ തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ അങ്ങനെ ആക്കുമായിരിക്കും. എന്നിട്ട് അങ്ങോട്ട് ഫോർവേഡ് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ ഒരുപാട് സാങ്കേതിക വിദ്യയൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് ഓൺലൈനായിട്ട് നമുക്ക് ചിലപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്, അതല്ലേ? അതെനിക്ക് അത്രത്തോളം അതിനെപ്പറ്റി സംസാരിച്ചില്ല. ഏതായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു നീക്കമാണ്. അതായത് മലയാള സിനിമയിലെ പ്രമുഖരായിട്ടുള്ള മണിയമ്പിള്ള രാജു, ജയസൂര്യ, മുകേഷ് അടക്കമുള്ളവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള പരാതിയാണ് ഇപ്പോൾ പോലീസിന് നൽകാനായിട്ട്, പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകാനായിട്ട് മിന്നു മുനീർ തയ്യാറെടുക്കുന്നത്.